ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കുമളി അട്ടപ്പള്ളം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജു മാത്യു അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അർജുൻ ദാസ്. കിസാൻ വാണിയോടൊപ്പം ഇന്നുള്ളത് ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്തിൽ അട്ടപ്പളം പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ബിജു മാത്യു കാരക്കാട്ട് എന്ന സമ്മിശ്ര കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയുമൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ബിജു ചേട്ടാ. നമസ്കാരം. എത്ര കാലമായിട്ട് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? അച്ചായൻ്റെ കാലം മുതൽ, അതായത് 1940 അച്ചായൻ പൈകയെന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങുകയും വല്യപ്പന്മാരായിട്ട് കൃഷിയാണ് അത് പിന്തുടർന്ന് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നു. ചേട്ടൻ്റെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ കാർഷിക മേഖലയിലുണ്ട്. ചെറുപ്പത്തിൽ ഇപ്പോൾ ചേട്ടൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് എന്തൊക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് കുരുമുളകും തെങ്ങും കമുകുമായിരുന്നു അന്ന്. ഇപ്പോൾ ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം കുരുമുളകും തെങ്ങും കമുകും പിന്നെ കാപ്പിയുണ്ട്, പിന്നെ ഏലവും കൃഷി ചെയ്യുന്നുണ്ട്. വാനില ഉണ്ടായിരുന്നു. വാനില ഒരു 4-5 വർഷം മുമ്പ് മുഴുവൻ നശിച്ചു പോയതാണ്. ഇപ്പോൾ വാനില ചെയ്യുന്നത് സമ്മിശ്ര കൃഷിയാണ്. ജൈവ കൃഷി രീതിയാണോ അതോ? നമ്മൾ പകുതി ജൈവവും പകുതി നമ്മൾ മരുന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല, മുന്നോട്ട് പറ്റത്തില്ല. മൊത്തം എത്ര ഏക്കർ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? ഇതിപ്പം 4 ഏക്കർ സ്ഥലത്തുണ്ട്. ചേട്ടൻ എന്തുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ IT ഫീൽഡിലേക്ക് പോയി. അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അഗ്രികൾച്ചറിലേക്ക് കൃഷിയിലേക്ക് തന്നെ വരിക. കുരുമുളക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യം തൊട്ട് തന്നെ ഉള്ളതാണ്. അതൊരു 6-7 വർഷം, ഒരു 8 വർഷം മുമ്പ് മുഴുവൻ നശിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നെന്ന് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദ്രുതവാട്ടം അങ്ങനെ ദ്രുതവാട്ടമാണ് മൊത്തം നശിച്ചു പോയത്. അതുകൊണ്ട് വീണ്ടും ആദ്യം മുതൽ തുടങ്ങി. അപ്പൊ ഏതൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പം പന്നിയൂറ് ഉണ്ട്, കരിമുണ്ടയുണ്ട്, തേവൻകൊടിയുണ്ട്. അതിനകത്ത് ഏത് പന്നിയൂറാണ് ഏറ്റവും നല്ലതായിട്ട്? പന്നിയൂറ് നല്ല വെട്ടവും വെളിച്ചമുള്ള വലിയ മരത്തെ കയറ്റി വിട്ടുകയാണെങ്കിൽ നല്ല ആദായമാണ്. പക്ഷെ കേട് വരാൻ ഇവിടുത്തെ കൂടുതൽ ചാൻസ് ആണ്. ഇതിന് താങ്ങാലൊക്കെ ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? താങ്ങാലായിട്ട് ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരു 2000-2005 കാലഘട്ടത്തിൽ ഞങ്ങൾ വാനില കൃഷിയായിരുന്നു. ഭയങ്കരമായിട്ട് വാനില കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഇവിടെ ഈ വാനില കൃഷിക്ക് മുമ്പ് ഇത് കുരുമുളക് തോട്ടമായിരുന്നു. അതിൽ ദ്രുതവാട്ടം വന്നു, കുരുമുളക് തോട്ടം മുഴുവൻ നശിച്ചു പോയിട്ട് ഞങ്ങൾ വാനില ഇട്ടു. വാനില ഇടാനായിട്ട് താങ്ങാലായിട്ട് നമ്മൾ കൊന്നമരമായിട്ട് ചീമക്കൊന്ന. അപ്പോൾ ആ കൊന്നമരം ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാനില നശിച്ചു പോയി. അപ്പോൾ ആ കൊന്നമരം ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് അത് കുറച്ചുകൂടെ ഉയരത്തിലാക്കി, ഒരു 10 അടി 12 അടി ഉയരത്തിലാക്കി ഞങ്ങൾ നിർത്തിയിട്ട് അതിലാണ് ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ചെയ്ത് തുടങ്ങുന്ന രീതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് ആദ്യം നമ്മൾ കുഴിയെടുത്ത് നമ്മൾ കക്കായും ഇട്ട് നമ്മൾ ഒരു 15 ദിവസം നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ടിടും. പിന്നെ നമ്മൾ ഇവിടുന്നെല്ലാം ഉള്ള പച്ചലയും ഈ കൊന്നയുടെ ചവറ് നല്ല വളമാണ്. അപ്പോൾ കൊന്നയുടെ ചവറ് നമ്മൾ ഇതിൻ്റെ കുഴിയിലിടും. പിന്നെ കരിയിലെല്ലാം മാറിയിട്ട് ഒരു 15-20 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ആവിയും. പിന്നെ ഇച്ചിരി ചാണകവും കൂടെ ഇടുകയാണെങ്കിൽ ഇത് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വള്ളി, നമ്മുടെ ഈ തോട്ടത്തിൽ നിന്ന് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള മരത്തിൻ്റെ വള്ളിയാണ് ഇടുന്നത്. നമ്മളൊരു 5 വള്ളി 7 വള്ളി അങ്ങനെയാണ് ഇടുന്നത്. വലിയ മരമാണ് 7 വള്ളി. എന്നിട്ട് നമ്മൾ പാളവള്ളിക്ക് കിട്ടും, കയറിനല്ല കിട്ടുന്നത്. പാളവള്ളി കെട്ടിയിട്ട് ഇച്ചിരി ചപ്പും മണ്ണ് വെള്ളം തല്ലാതെ ഇച്ചിരി ചപ്പും കൂട്ടിയിട്ട് ഒരു പാളയുടെ തഴങ്ങ് കൊണ്ട് മറച്ചു പോകും. അപ്പോൾ വെയിലടി ഉള്ളതായിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കെട്ടി കൊടുത്താൽ 8-ാം പൊക്കം നമുക്ക് ഓരോ തലയും കെട്ടി വിടാറാകും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാണകവെള്ളം തന്നെ കലക്കി ഒഴിച്ചാൽ മതി. ജൈവ രീതി എന്ന് വെച്ചാൽ ഒരാൾ പൊക്കം വരെ നമ്മളിങ്ങനെ കൊണ്ടുപോയാൽ നമുക്കതുകൊണ്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ കൊന്നയുടെ ചവറ് ഇഷ്ടം പോലുള്ളതാണ്. കൊന്നച്ചവറ് നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മളത് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇത്തവണത്തെ ഈ വേനൽ ചൂട് ഭയങ്കരമായിരുന്നു അല്ലേ? നമ്മുടെ കൃഷിയിൽ ഏതെങ്കിലും ബാധിച്ചിട്ടുണ്ടായിരുന്നോ? നമുക്ക് കുറെ ഏലം ഉണങ്ങിപ്പോയി. പിന്നെ നമുക്ക് വെള്ളത്തിന് സൗകര്യമുണ്ട്. ബോർവെല്ലുണ്ട്, കുളമുണ്ട്, കിണറുണ്ട്. പിന്നെ നമ്മുടെ ഈ പറമ്പിന്റെ നടുക്കൂടെയാണ് തോട് ഒഴുകുന്നത്. പക്ഷെ അത് തോടിലെ വെള്ളം ഒരു ജനുവരി ഫെബ്രുവരി ആയപ്പോഴത്തേക്കും പറ്റിപ്പോയിരുന്നല്ലേ. പിന്നെ കുളത്തിലെ വെള്ളവും കുഴക്കിണറ്റിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത്.
ഏല ഏതിനാണ് ചെയ്യുന്നത്? ഏതോ ഞള്ളാനിയാണ്. ഞെള്ളാനിയാണല്ലേ? ഇവിടെ എന്തോ കുമളി ഏലം അങ്ങനെയൊക്കെ എന്തോ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് ഇപ്പോൾ പണ്ട് തൊട്ട് നിൽക്കുന്ന ഏലം തന്നെ നമ്മൾ പറിച്ചു വെച്ച് വരുന്നതാണ്. അത് വലിയ കുഴപ്പമില്ല, ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പിടിച്ചതാണ്. പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട്. പുതിയ ഏലം നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദീർഘകാലം വിളവ് കിട്ടിയാല, ഒരു ചൂടിനെ അതിജീവിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഏലം എത്ര നാളെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏലം ഒരു 25-30 വർഷമായിട്ട് അച്ചായൻ്റെ കാലം മുതൽ ഏലം ചെയ്യുന്നുണ്ട്. ഇടവിളയായിട്ട് ചെയ്യുന്നു. ഇപ്പോഴും ഇടവിളയായിട്ട് ഇപ്പം ഇടവിളയായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തെങ്ങുണ്ട്. പണ്ട് വെച്ചിരുന്ന 10-60 വർഷം മുമ്പ് വെച്ചിരുന്ന തെങ്ങുണ്ട്. കമുകുണ്ട്. പിന്നെ കമുകെല്ലാം കൊടിയിട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മൾ ഏലം കൃഷി ചെയ്തിരിക്കുന്നത്. ഈ ഏലത്തിന് ഷെയ്ഡ് വേണമെന്ന് പറയാറുണ്ട്. തെങ്ങിന്റെയും കവുങ്ങിന്റെ ഷെയ്ഡ്. തെങ്ങൊക്കെ വളരെ പൊക്കം കൂടിയതാണ്. വളരെ പൊക്കം കൂടിയത് 80-70 അടി പൊക്കമുള്ള തെങ്ങും കമുകുമാണ്. പിന്നെയുള്ള ചെറിയ മൂരിക്ക് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമ്മൾ കമ്പ് കോന്തി വിടുന്നുണ്ട്. അതാണ് ഒരു ഉയർന്ന ഏരമ്പായതുകൊണ്ട് ഏലത്തിന് വലിയ പ്രശ്നം വരുന്നില്ല. ഏലത്തിനകത്ത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാറുണ്ടോ? ഏലത്തിനകത്ത് ഇപ്പം അഴുകൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ ഒരു ഇത് വന്ന കാരണം അഴുകൽ വന്നപ്പോൾ അതിന്റെ പ്രതിവിധി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണ എന്താ അഴുകലിന് ചെയ്യാറുള്ളത്? എന്താണ് അഴുകൽ? നമ്മൾ COCയും കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ ഡൈക്കോഡർമയും അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഒഴിക്കുന്നുണ്ട്. ജൈവരീതിയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ വരാതെ വരുമ്പോഴാണ് നമ്മൾ COCയും കെമിക്കലുകളിലും നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കേണ്ടി വരുന്നത്. നിമാവിര അതുപോലെ അങ്ങനെയുള്ള കീടങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. അങ്ങനെയുള്ള ബാധിക്കാറുണ്ട്. അതുകൊണ്ട് അതിനുള്ള വരുമ്പോൾ നമ്മൾ കെമിക്കൽ കൺട്രോൾ ചെയ്യാനുണ്ട്. തണ്ടുവെറുപ്പിനാണെങ്കിലും നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ജൈവ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം വരുമ്പോൾ തണ്ടുവെറുപ്പം കൂടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള കീടാക്രമണം വന്നു കഴിയുമ്പോൾ നമ്മൾ കെമിക്കലിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ അതിൽ കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, ജൈവത്തിൽ പോവാം. കൃത്യസമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് കാലാവസ്ഥ എന്തോ കാലാവസ്ഥ ഇപ്പം ഇതിപ്പോൾ 3 ദിവസം ആയതുള്ളൂ. ഇപ്പം വെയിലായി. ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ മഴയായിരുന്നു. അപ്പോൾ ഈ വെയിൽ വന്നപ്പോഴത്തേക്കും കാലാവസ്ഥ ഭയങ്കരമായിട്ട് മാറി. ഇനിയിപ്പോൾ 15 ദിവസത്തിനാവും മഴയാന്ന് പറയുന്നത്. അപ്പൊ മഴ വരുമ്പോഴത്തേക്ക് ഇത് ഒരു ഈൽഡിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏലത്തിനകത്ത് പണിയെടുക്കാനായിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? നമുക്കിവിടെ അടുത്ത് കോളനി ഉണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള തമിഴ്ക്കാർ വരുന്നുണ്ട്. പിന്നെ തമിഴ്ക്കാർ കൂടുതൽ വേണമെങ്കിൽ തമിഴ്ക്കാർ വരും. പിന്നെ ശിഖരങ്ങളൊക്കെ മുറിക്കാനായിട്ട് അതിനുള്ള എക്സ്പേർട്ടായിട്ടുള്ള തമിഴ്ക്കാരുണ്ട്. കിട്ടാനുണ്ട്. പക്ഷെ നമ്മുടെ അതൊരു കിട്ടുന്ന ജോലിക്കാരെ കിട്ടുന്ന സമയത്ത് പണി തീർക്കാന്നുള്ളേ ഉള്ളൂ. നമുക്ക് പണി ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ അവരെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനൊരു പ്രശ്നം. അടുത്ത ഒരു ജനറേഷൻ ഈ കൃഷിപ്പണിയിലേക്ക് വരാൻ തൊഴിലാളികൾ വരാൻ താല്പര്യപ്പെടും. ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണല്ലേ? ഒരുപാട് വർഷങ്ങളായിട്ട് വല്യപ്പന്റെ കാലം തൊട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തെങ്ങ് കൃഷി അന്നിവിടെ തെങ്ങേ പറ്റുണ്ടായിരുന്നു. ആദ്യ കാലങ്ങളിൽ ഇവിടെ കരിമ്പ് കൃഷിയായിരുന്നു. അപ്പൊ കരിമ്പ് ആന നശിപ്പിക്കുന്ന കാരണം നമ്മൾ തെങ്ങും കമുകും വെച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന തെങ്ങും കമുകും 10-80 അടി പൊക്കമുള്ള തെങ്ങൊക്കെയാണ്, വലിയ തെങ്ങൊക്കെയാണ്. തേങ്ങ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുണ്ട്. നമ്മൾ തേങ്ങ പുറത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആട്ടിച്ച് എണ്ണ, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എണ്ണ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കാറില്ല. ഈ തെങ്ങിനും മറ്റേ കൊമ്പൻ ചെല്ലി അങ്ങനെയുള്ള ഇതിന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ? അതിന് ഈ തൈത്തെങ്ങിന് ഇപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കാണുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ തെങ്ങ് ഒരുക്കുന്നവർ വരുന്നത്. അപ്പൊ അവരെ കൊണ്ട് അത് കളഞ്ഞിട്ട് അവിടെ മണലും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം ചതച്ച് നമ്മൾ അവിടെ ഇടുന്നുണ്ട്. പിന്നെ പാറ്റാഗുളിക നമ്മൾ ഇടുന്നു. പിന്നെ ഇപ്പം കുറെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് തൈത്തെങ്ങിൽ ഇങ്ങനെ മീൻ പിടിക്കുന്ന വല വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കിയിട്ട്. പക്ഷെ നമുക്കിവിടെ അത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കൃത്യസമയത്ത് ഒരിക്കലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പം തടവെടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ തടം തുറക്കുന്ന സമയമാണ്. തടം തുറന്ന് കുമ്മായി വിട്ടു, അല്ലെ ഡോളോമിറ്റ് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ അടുത്ത മഴയ്ക്ക് മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പച്ചിലച്ചവറും വളവും രാസവളവും ഇടും ചെയ്യുന്നുണ്ടോ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇപ്പൊ ഏലത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന തെങ്ങിന് പ്രത്യേകം വളം അത് ചെയ്യാറുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ഈ കൊടിക്കകത്ത് നിൽക്കുന്ന തെങ്ങിനാണ് കൂടുതൽ തെങ്ങിനാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഏലത്തിന് പിന്നെ ഏലത്തിന്റെ വളം കൂടെ ചിലപ്പോൾ കുറച്ച് ഏലത്തിന്റെ വളം വലിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് അതിന് അതിന് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ ആയുസ് തീരാറായതാണ്. അത്രയും 80 വയസ്സ് വർഷമായത് കാരണം അതിന് വലിയ ആദായമില്ല. അപ്പൊ തൈത്തെങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നല്ല ആദായമുണ്ട്. ഈ മണ്ണ് പരിശോധനയൊക്കെ നടത്താറുണ്ട്. നടത്താറുണ്ട്. വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഇത് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ pH കണ്ടു നോക്കുന്ന ഇതുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വളപ്രയോഗം നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് നമ്മൾ അവരുടെ അഡ്വൈസ് നമുക്ക് ചോദിച്ച് അവർ പറഞ്ഞു തരാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് മണ്ണിന് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണ് ഇപ്പൊ pH നോക്കുമ്പോൾ അതിന്റെ ഇത് കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് കക്കായോ മാഗ്നീഷ്യോ എന്തെങ്കിലും കൊടുത്ത് നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. പിന്നെ കാപ്പി കൃഷിയാണുള്ളത്. കാപ്പിയുണ്ട്. കാപ്പി പണ്ട് മുതലേ ഇവിടെ കാപ്പി പണ്ടുള്ള അറബിക്കായും റോബസ്റ്റായും ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ മെച്ചമില്ലാതാണ്. ഇപ്പൊ നമ്മൾ പച്ചക്കറി വെജിറ്റബിൾ ഫാമിന്റെ വണ്ടിപ്പെരിയാറിലുണ്ട്. അവിടെ നിന്ന് നല്ല പുതിയ ഹൈബ്രിഡ് വെറൈറ്റി വാങ്ങി 4 കോടിയുടെ ഇടയ്ക്ക് ഓരോ കാപ്പി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാപ്പി ആൾക്കാർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാപ്പിക്ക് കഴിഞ്ഞ വർഷമൊന്നും വിലയില്ലായിരുന്നു. ഈ വർഷമാണ് ഇപ്പോൾ ഇപ്പൊ ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞാൽ ആദായം ആകുമ്പോഴത്തേക്കും വില വീണ്ടും പോകും. ഒരു ഒന്നിനെ മാത്രം ബേസ് ചെയ്യാതെ എല്ലാ കൃഷികളും ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നഷ്ടമാണെങ്കിലും നമുക്ക് അതിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇഞ്ചിക്ക് വില ഉണ്ടായിരുന്നു. ഈ വർഷം ഇഞ്ചിക്ക് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറിച്ചു കളയേണ്ട, നമ്മുടെ ആവശ്യങ്ങൾക്കും കുറെ കൊടുക്കാൻ പറ്റും. ഇഞ്ചിയും വർഷങ്ങളായിട്ട് ചെയ്യുന്നു. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇഞ്ചി നമ്മളിങ്ങനെ പച്ചയ്ക്ക് കൊടുക്കണോ അതോ ചുക്കാക്കിയിട്ടാണോ? നമ്മൾ പച്ചയ്ക്ക് കൊടുക്കുക. ഇവിടെ എല്ലാം ചെറുകിട കൃഷി കച്ചവടക്കാരുണ്ട്. അപ്പൊ അവർക്ക് നാടൻ ഇഞ്ചി എന്ന് പറയുമ്പോൾ അവരത് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും. വേറെ എന്താ കൃഷിയാണല്ലേ? വാനില ഉണ്ടായിരുന്നു. ഇപ്പൊ വാനില ഇല്ല. വാനില ശേഷം പോയി. എന്തുകൊണ്ടാ? അത് ഫംഗസ് വന്ന് മൊത്തം നശിച്ചു പോയതാണ്. അച്ചായന് ജില്ലയിലെ ഏറ്റവും മികച്ച വാനില കൃഷി എന്നുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ കാർഷിക മേളയ്ക്ക് തെങ്ങും കൊലയും അടയ്ക്കാക്കൊലയും ഞങ്ങൾ കൊണ്ട് പ്രദർശനം ചുമക്കുകയും 1ാം സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അടയ്ക്കാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് ഉണ്ട്. നല്ല ഉയരമുള്ള അടയ്ക്കാമരാണ്. ഇപ്പൊ ഞാനിതിപ്പം ഇന്റർമംഗള എന്ന് പറയുന്ന വെച്ചിട്ട് 2ാം വർഷമായ തൈയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്ത് നിറച്ച് കമുകായിരുന്നു. പക്ഷെ കമുകിന് ഈ മഞ്ഞളിപ്പ് രോഗം വന്ന് അത് മുഴുവൻ നശിച്ചുപോയി. അതായത് ഇത് ആദ്യം ഈ കുരുമുളക് തോട്ടം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ദ്രുതപാഠത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി റിസർച്ച് ചെയ്ത തോട്ടമാണ്. അവർ വന്ന് ഇത് നിരോധിക്കപ്പെട്ട മരുന്നുകളും ബാക്കിയുള്ള എല്ലാം റിസർച്ച് 3 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊടി മുഴുവൻ പോയപ്പം അവർ റെക്കമെൻഡ് ചെയ്തു കമുക് വെക്കാം, മംഗളായും സുമംഗളായും വെക്കാൻ പറഞ്ഞു. അത് വെച്ചു. അതിൽ നിന്ന് ആദായം ആയപ്പോഴത്തേക്കും അതിന് കേട് വന്നപ്പം അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കൊടി പോയിട്ട് വാനില വെച്ച്. വാനില 6-7 വർഷം നമ്മൾ ചെയ്തു. 8 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നശിച്ചു. അപ്പോൾ പിന്നെ ആ താങ്ങാലം മുഴുവൻ നമ്മൾ കുരുമുളക് കൂടി. ഇപ്പൊ നല്ല രീതിയിൽ കുരുമുളക് കൂടി. കവുങ്ങ് കൃഷി ലാഭകരമാണോ? ഇപ്പൊ ഇവിടെ വെച്ച് നോക്കിയിട്ട് ലാഭകരമാണ്. വേറെ വലിയ പണിയില്ല. ഏലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി പണി. പിന്നെ എന്നാ വെച്ചാൽ വെള്ളം വേണം നമുക്ക്. വെള്ളത്തിന്റെ അവൈലബിലിറ്റി വെള്ളം നനച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. വേനൽക്കാലത്ത് മാത്രം നനച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ വെച്ച് നീർവാഴ്ചയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ വെള്ളത്തിന്റെ ഇത് അവസാനം ഒരു 4 മാസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന്റെ വളപ്രയോഗം എങ്ങനെയാണ്? ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ചാണകവെള്ളവും ഫാക്ടം ബോസും ഒക്കെ കലക്കി ഒഴിച്ച് ഒന്ന് വേര് പിടിപ്പിച്ച് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ ഇതിനും കൊമ്മഞ്ചെല്ലിയുടെ ആക്രമണമുണ്ട്. ഇതിനും കേടുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനും പിന്നെ എല്ലാത്തിനും ഈ കൊന്നയുടെ ചവറ് നമുക്കൊരു വലിയ വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വർഷവും നമ്മളൊരു 4 പ്രാവശ്യം നമ്മൾ കൊന്നയുടെ ചവറ് വെട്ടും. അപ്പോഴത്തേക്ക് അത് കൊടിക്കും തെങ്ങിനും കമുകിനും എല്ലാം നമ്മൾ വളമായിട്ട് ഇടും. അപ്പൊ അത് തന്നെ പച്ചിലവളം തന്നെ നല്ലൊരു കിട്ടുന്നുണ്ട്. ചാണകം ഉണ്ട്. കന്നാലി കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ കന്നാലി കൃഷി നമുക്ക് മുതലാകുന്നില്ലാതാണ്. ഇപ്പൊ നമുക്കിവിടെ അടുത്ത് ഫാം ഡയറി ഫാമിൽ നിന്ന് നമുക്ക് പച്ചച്ചാണ് ചാക്കിനകത്ത് അവർ കൊണ്ടുതരാറുണ്ട്. പിന്നെ ജാതി കൃഷിയുണ്ട്. ജാതിയുണ്ട്.
അത് വിപുലമായിട്ട് ചെയ്യുന്നുണ്ടോ അതോ? ഇപ്പോൾ ഒരു 30 ജാതി നമ്മൾ അതല്ലേ. വെച്ചിട്ടുണ്ട്. പണ്ട് തൊട്ട് ജാതി കൃഷി ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരി. നാടൻ ജാതി ആയത് കാരണം അതിന് വലിയ ഉൽപ്പാദനമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗ്രാഫ്റ്റിംഗ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അത് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ മണ്ണിനും അത് നല്ലതാണെന്ന് തോന്നിയ കാരണം ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലപോലെയുണ്ട്. അത് കായ്ക്കാനും തുടങ്ങി. 5-ാം വർഷം കായ്ച്ച ജാതിയാണുള്ളത് എനിക്ക്. ഒരു നല്ല വിളവാകാനായിട്ടൊരു ഇനി ഒരു 3 വർഷം 10 വർഷമെങ്കിലും കഴിയണം നല്ല വിളവാണ്. ശരി. അതിനും എല്ലാത്തിനും പ്രശ്നം ഇതാണ്, കാലാവസ്ഥയിലെ പ്രശ്നങ്ങളുണ്ടല്ലേ. എനിക്ക് ജാതിക്കും നനച്ചു കൊടുക്കേണ്ടി വരും. ചില സൗകര്യം നമുക്ക് ഉണ്ട്. കിണറുണ്ട്, നമുക്ക് വലിയ ടാങ്ക് ഉണ്ട്, 15,000 ലിറ്റർ ടാങ്ക്. ഈ ജാതിക്കും ഈ പറയുന്ന പോലെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യണ്ടേ? അത് നമ്മൾ എല്ലുപൊടി ഇടും, 2 പ്രാവശ്യം എല്ലുപൊടി ഇടും. പിന്നെ നമ്മൾ ബാക്ടംബോസും മിക്സർ വളം നമ്മളിടും. പിന്നെ കൊന്നച്ചോറാണ് മെയിനായിട്ടും അതിന് ഉപയോഗിക്കുന്നുണ്ട്. ജാതിക്ക് എന്തെങ്കിലും കീടബാധയൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇപ്പം തെങ്ങിന് മണ്ടരി എന്ന് പറയുന്ന അസുഖം വന്നപ്പോൾ അതേന്ന് ഒരു കറുത്ത കരിവല പോലെ ഇരിക്കുന്ന ഒരു സാധനം എല്ലാം ഈ മരത്തിന്റെ ഇലകൾ വീണിട്ട് ഇലകളെല്ലാം കറുത്തു നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജാതിക്കും വരുമ്പം അവിടെ പൂവുണ്ടാകാൻ മടിയാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തുരിശടിച്ചു കൊടുക്കുന്നുണ്ട്, 2 വട്ടം നമ്മൾ തുരിശടിക്കും. പിന്നെ എന്തെങ്കിലും ഫംഗസൈഡ് വല്ലതും വരികയാണെങ്കിൽ നമ്മൾ ഫംഗസൈഡ് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇലയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പണി കുറവാണ്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജോലിക്കാരെ കിട്ടി നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഏലമാകുമ്പോൾ എപ്പോഴും നമുക്ക് തൊഴിലാളികളെ ആശ്രയിച്ചിരിക്കണം. ഇതാകുമ്പോൾ നമുക്ക് തന്നെ ആദായം എടുക്കാം. നമുക്ക് തന്നെയാണെങ്കിലും 10-20 നമുക്ക് തന്നെ പെറുക്കിയെടുക്കാൻ മതി. പിന്നെ ഇവിടെ മഴക്കാലത്താണ് നമുക്ക് ജാതിക്ക നമ്മൾ വിളവെടുക്കുന്ന സമയം. അപ്പം ജാതിപത്രി ഉണങ്ങാന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ പുകപ്പരയിലിട്ട് നമ്മൾ ഉണങ്ങും, അതല്ലെങ്കിൽ ഈ സ്റ്റോർ, ഇവിടെയൊക്കെ ഏലം ഉണങ്ങുന്ന സ്റ്റോർ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അത്യാവശ്യം വരികയാണെങ്കിൽ അവിടെ കൊണ്ട് ഉണക്കുക. ഏലം നമ്മൾ ഉണക്കിയാണ് കച്ചവടം ചെയ്യുന്നത്. നമ്മളെ അടുത്തുണ്ട്. കപ്പ കൃഷിയുണ്ട്, നല്ല രീതിയിൽ കപ്പ കൃഷിയുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ ഒരു 30 സെന്റ് സ്ഥലം കപ്പയ്ക്ക് മാത്രം. അതിപ്പോ എൻ്റെ അറിവിലൊരു 40 വർഷമായിട്ട് കപ്പ കൃഷി, 45 വർഷമായിട്ട് അവിടെ കപ്പ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭക്ഷ്യവിളകളും നാണ്യവിളകളും എല്ലാം സമ്മിശ്രമായിട്ട് പിന്നെ കുറച്ച് ഇച്ചിരി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, വെളിയിൽ ചെറിയ കടകൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ കൃഷിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സെന്റ് സ്ഥലം പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഏതൊക്കെയായാലും നമ്മൾ പണിക്കാരെ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് പണിയുമ്പോൾ പൊടിക്ക് പണിതു, അതിൻ്റെ കൂടെ ഏലത്തിന് പിന്നെ കമുകിന് പണിതു, അതിൻ്റെ കൂടെ തെങ്ങിന്, കാപ്പിക്ക്, അതിൻ്റെ കൂടെ പച്ചക്കറിക്ക് പണിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഒരേ രീതിയിൽ ഒരേ മേനിക്ക് നമുക്ക് നമുക്ക് ഇപ്പോൾ പച്ചക്കറി നമുക്കിപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്ക് നല്ല രീതിയിലുണ്ട്, വഴുതനങ്ങ ഉണ്ട്, വെണ്ടയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കഴിക്കാവുന്നതാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, ഞാന്, ഭാര്യ, 3 കുട്ടികൾ പഠിക്കുകയാണ്. മൂത്ത ആള് നഴ്സിംഗ് പഠിക്കുന്നു അപ്പോളയിൽ. രണ്ടാമത്തെ ആള് 11ാം ക്ലാസ്സിൽ ഇവിടെ അടുത്ത് പള്ളിയുടെ സ്കൂളിൽ പഠിക്കുന്നു. ഇളയ ആള് 4ാം ക്ലാസ്സിൽ സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്നു. എല്ലാവരും സഹകരിക്കുന്നു. അമ്മ ചെറുപ്പം മുതലേ ഇവിടെ വന്നതാണ്. അന്ന് തൊട്ട് ഇവിടെ കൃഷി കാര്യങ്ങളും ഉണ്ട്. അച്ചായ മരിച്ചിട്ട് 5 വർഷമായി. അപ്പം അതിന് മുമ്പ് അച്ചായൻ്റെ അഡ്വൈസിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയുടെ നിന്നും എല്ലാ അഡ്വൈസൊക്കെ കിട്ടി. ആ പാരമ്പര്യവും ആ അനുഭവവും നമുക്ക് പകർന്നു തരുന്നുണ്ട്. കാർഷിക മേഖലയിൽ കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് സന്തോഷകരമായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് ബിജു മാത്യു എന്ന മാതൃകാ കർഷകനാണ്. നമ്മളോട് ഇത്രയും നേരം കാർഷിക വിവരങ്ങളും വിശേഷങ്ങളും പങ്കുവച്ചതിന് കിസാൻ വാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കുമളി അട്ടപ്പള്ളം പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ ബിജു മാത്യുവുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മടിശീല നിറയ്ക്കും മധുരക്കനി മാംഗോസ്റ്റീൻ. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KM സുനിൽ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്നും. പഴവർഗ്ഗങ്ങളിലെ റാണിയായ മാംഗോസ്റ്റീൻ ഉഷ്ണമേഖലയിലെ നിത്യഹരിത വൃക്ഷമാണ്. കുടംപുളിയുടെ അടുത്ത ബന്ധു. ഏതാണ്ട് 2 നൂറ്റാണ്ട് മുമ്പ് മലേഷ്യയിൽ നിന്ന് മാംഗോസ്റ്റീൻ ഇന്ത്യയിലെത്തി.
തെക്കേ ഇന്ത്യയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുമെങ്കിലും വളരെ പരിമിതമായ സ്ഥലത്തെ ഈ വൃക്ഷം കൃഷി ചെയ്യുന്നുള്ളൂ. വിത്ത് വഴിയാണ് മാംഗോസ്റ്റീൻ്റെ പ്രജനനം. പാകമായ കായ്കളിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് വേർതിരിച്ച് 5 ദിവസത്തിനകം നടണം. വിളവെടുത്തയുടൻ നടുന്ന വിത്തുകൾക്ക് 96% മുതൽ മുളയ്ക്കൽ ശേഷിയുണ്ട്. ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 1 മാസം വരെ വിത്ത് കേടുകൂടാതെ ഇരിക്കും. 3 ആഴ്ച മതി വിത്ത് മുളയ്ക്കാൻ. കാലവർഷാരംഭത്തോടെ മരത്തിന് ചുറ്റും ആഴം കുറഞ്ഞ തടമെടുത്ത് അതിൽ ജൈവവളങ്ങളും പച്ചില വളങ്ങളും ഇട്ട് മൂടുക. 50 വർഷം പ്രായമായ മരങ്ങൾക്ക് ചാണകം 45 കിലോഗ്രാം, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവയിൽ ഏതെങ്കിലും 2 അല്ലെങ്കിൽ 3 കിലോ, എല്ലുപൊടി 1-2 കിലോ ഇങ്ങനെ നൽകണം. രാസവളം 17:17:17 മിശ്രിതം മരം ഒന്നിന് 1 കിലോഗ്രാം എന്ന നിരക്കിൽ മേൽവളമായി ഇടാം. ഇലകൾ, വാഴപ്പിണ്ടി, തൊണ്ട് ഇവ കൊണ്ട് തടത്തിൽ പുതയിടാം. വേനൽക്കാലത്ത് ഇടയ്ക്ക് നനയ്ക്കണം. തെക്കേ ഇന്ത്യയിൽ തന്നെ പലയിടത്തും മാംഗോസ്റ്റീൻ്റെ പൂവിടലും കായ്ക്കലും പല സമയത്താണ് കാണപ്പെടുന്നത്. വയനാട്ടിൽ സാധാരണ മാർച്ച്, ഏപ്രിൽ മാസമാണ് മാംഗോസ്റ്റീൻ്റെ പൂക്കാലം. ശിഖരങ്ങളുടെ അഗ്രത്തായി 5 മുതൽ 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പുകളിലാണ് പൂക്കളുണ്ടാകുക. വൈകിട്ട് 5:30 മുതൽ 6 വരെയുള്ള സമയത്താണ് പൂക്കൾ വിരിയുന്നത്. കായകളുണ്ടായി 100-120 ദിവസമാകുമ്പോഴാണ് പരമാവധി തൂക്കം വെച്ച് തീരുന്നത്. കായ പിടിച്ച് 30 ദിവസമാകുമ്പോഴേക്കും ധാരാളമായി കായ പൊഴിയും. മൊത്തം കായപിടുത്തത്തിൻ്റെ 41% കൊഴിഞ്ഞു പോകുന്നു. നന്നായി നനച്ചു വളർത്തിയാൽ കായ പൊഴിച്ചിൽ ഗണ്യമായി കുറയ്ക്കാം. കായകൾ പൊതുവെ മിനുസമുള്ളതും കടും വയലറ്റ് നിറവുമാണ്. കായ്ക്ക് കേരളത്തിലെ സമതലങ്ങളിലേതിനേക്കാൾ വലുപ്പവും മധുരവും കൂടുതൽ വയനാട്ടിലാണ്. ഒരു മരത്തിൽ നിന്ന് 400 മുതൽ 500 വരെ കിലോ പഴങ്ങൾ ലഭിക്കും. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളാണ് വയനാട്ടിൽ വിളവെടുപ്പ് കാലം. സമതലങ്ങളിൽ ഇത് ഏപ്രിൽ, ജൂലൈയും. നല്ല പച്ച നിറമുള്ള കായ്കൾക്ക് മൂപ്പെത്തുമ്പോൾ പുറംതോടിന് 25% വരെ പർപ്പിൾ നിറമാകും. ഈ അവസരത്തിലാണ് വിളവെടുക്കേണ്ടത്. ഒന്നിടവിട്ട ദിവസം വിളവെടുക്കാം. കായ പറിച്ച് ഏകദേശം 90 ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ നിറമാറ്റം ഉണ്ടാകും. ക്രമമില്ലാത്ത കായപിടുത്തമാണ് മാംഗോസ്റ്റീൻ്റെ സ്വഭാവം. തുടക്കത്തിൽ 200 മുതൽ 300 കായകൾ വരെ പിടിക്കും. ഇത് ക്രമേണ 1200 മുതൽ 1500 കായകൾ വരെയാകും. കാലാവസ്ഥ, മണ്ണിൻ്റെ സ്ഥിതി, കൃഷിരീതി എന്നിവയനുസരിച്ച് പല വർഷങ്ങളിലും കായപിടുത്തം വ്യത്യസ്തമാണ്. മറ്റ് ഉഷ്ണമേഖലാ ഫലങ്ങളെ അപേക്ഷിച്ച് മാംഗോസ്റ്റീൻ്റെ പഴുത്ത കായകൾ ഒരാഴ്ചയിലേറെ കേടുകൂടാതെ സൂക്ഷിക്കാം. ശീതീകരിച്ചാൽ സൂക്ഷിപ്പ് കാലം 36 ദിവസം വരെ നീളും. പോളിത്തീൻ സഞ്ചിയും തടിപ്പെട്ടി, കാർഡ്ബോർഡ് പെട്ടി എന്നിവയിലും സൂക്ഷിക്കുന്ന ഫലങ്ങൾ 12 ദിവസം വരെ കേടാകുകയില്ല. ശീതീകരിച്ച് സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കായകൾ മുളക്കുട്ടകളിൽ സൂക്ഷിക്കുന്നതാണ് പോളിത്തീൻ കവറിലോ തുറന്ന സ്ഥലത്തോ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത്. രോഗബാധയില്ലാത്ത, മുറിവ് പറ്റാത്ത, ഏകദേശം പാകമായ പഴങ്ങളാണ് സംഭരിക്കാനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനും നന്ന്. 50 മുതൽ 55 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ വെച്ചാൽ 3-4 ആഴ്ച വരെ കേടാകുകയില്ല. ഔഷധ ഗുണവുമുണ്ട് മാംഗോസ്റ്റീന്. ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഇത് അത്യുത്തമം. കായുടെ പുറംതോട് ഉണക്കിപ്പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ എത്ര പഴകിയ അതിസാരവും വയറുകടിയും മാറുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ കരൾ സംബന്ധമായ ക്രമക്കേടുകൾക്കും അത്യുഷ്ണം ക്രമീകരിക്കാനും എല്ലാറ്റിനുമുപരി ക്ഷീണം അകറ്റാനും ഇതിന് കഴിയും. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മാംഗോസ്റ്റീൻ നന്നായി വളരും. കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് കൂടുതൽ ആദായം നൽകാൻ ഇതിനു കഴിയും. പ്രാദേശിക വിപണിയിൽ മാംഗോസ്റ്റീൻ അപൂർവമായേ കിട്ടാറുള്ളൂ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും വിദൂര വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. 1 കിലോഗ്രാമിൽ 10 മുതൽ 15 കായകൾ വരെ കാണാറുണ്ട്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए। एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. ത്വക്ക് രോഗങ്ങൾക്ക് ദന്തപാല. സിദ്ധവൈദ്യത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഔഷധ സസ്യമാണ് ദന്തപാല.
ഇതിന് പ്രാദേശികമായി വെട്ടുപാല, വെൺപാല, കറുത്ത കുടകപ്പാല, നിലപ്പാല, അയ്യമ്പാല, ബട്ട്പാല എന്നീ പേരുകളുമുണ്ട്. സംസ്കൃതത്തിൽ ഇത് കൃഷ്ണകുടജം എന്നറിയപ്പെടുന്നു. ദന്തപാലയുടെ ഇലയിലും തണ്ടിലും വെള്ള നിറമുള്ള കറയുണ്ട്. ഇലകൾ പല വലിപ്പത്തിൽ കാണപ്പെടുന്നു. ശാഖകൾ പാർശ്വങ്ങളിലേക്ക് വളരുന്നു. പൂവിന് വെള്ള നിറവും മണവുമുണ്ട്. ചെറിയ തണലിൽ ധാരാളം ഇലകളോടുകൂടി സമൃദ്ധിയായി വളരുന്നു. വേനൽക്കാലമാകുമ്പോൾ അഗ്രത്തെ ഏതാനും ഇലകളൊഴികെ ബാക്കിയെല്ലാം തന്നെ പൊഴിയും. ദന്തപ്പാലയുടെ തൊലിക്കും തടിക്കും വെള്ള നിറമാണ്. ദന്തപ്പാലയുടെ 100 ഗ്രാം ഇലയ്ക്ക് 150 ഗ്രാം ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന അനുപാതത്തിലെടുത്ത് ഇല കല്ലിൽ ചതച്ചോ ചെറുതായി പിച്ചി ചീന്തിയോ എണ്ണയിൽ കുഴച്ച് 2-3 ദിവസം നല്ല വെയിൽ കൊള്ളിക്കണം. ഇതിലേക്കായി മൺചട്ടിയോ സ്ഫടികപാത്രങ്ങളോ വേണം ഉപയോഗിക്കാൻ. വെളിച്ചെണ്ണയ്ക്ക് വയലറ്റ് നിറം വരുമ്പോൾ അരിച്ച് സ്ഫടികക്കുപ്പികളിൽ മാത്രം സൂക്ഷിക്കുക. നല്ല മഴക്കാലമാണെങ്കിൽ 50 ഗ്രാം ഇല അധികം ഉപയോഗിക്കണം. ദന്തപ്പാലയുടെ തണ്ടിന്റെ അഗ്രത്തെ ഇലകൾ ഉപയോഗിക്കരുത്. പാകപ്പെടുത്തിയ എണ്ണ ത്വക്കുരോഗമുള്ള ഭാഗങ്ങളിൽ ദിവസം 2 നേരം പുരട്ടുകയും 2 മണിക്കൂർ കഴിഞ്ഞ് സോപ്പ് ഉപയോഗിക്കാതെ കഴുകിക്കളയുകയും ചെയ്യുക. ഈ എണ്ണ ഏതാനും ദിവസം തലയിൽ തേച്ചു പുരട്ടി കുളിച്ചാൽ കടുത്ത താരനും പേനും നശിക്കും. ദന്തപ്പാലക്കൂട്ടിനൊപ്പം നീല അമരിയുടെ ഇല 50 ഗ്രാം കല്ലിൽ വെച്ച് ചതച്ച് ഇതിന്റെ കൂടെ ചേർക്കുന്നത് അത്യുത്തമമാണ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.